എനിക്ക് തോന്നുന്നു ഏതോ പുതിയ കഥ പറയാനുള്ള തയ്യാറിലാണ് നാരദനെന്ന്. കഥയല്ല പരംപിതാവേ, സത്യം, പരമസത്യം, വിരാട് സത്യം. ഭഗവാൻ ശിവശങ്കരന്റെ കൃപയും ഭക്തവാത്സല്യവും നോക്കൂ. നാം എല്ലാം ഇവിടെ ശിവശങ്കരന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. എന്നാൽ അവിടെ താരകാസുരന്റെ അത്യാചാരത്തിൽ നിന്ന് ശിവശങ്കരൻ ഉപസ്ഥിതനാകാതെ കൂടി തന്റെ പരോക്ഷ ശക്തി കൊണ്ട് ഭക്തന്മാരെ രക്ഷിച്ചു. സ്വർഗം സുരക്ഷിതമല്ലേ ദേവർഷി? പ്രത്യക്ഷത്തിൽ പോകാതെ പോലും പരമേശ്വരൻ തന്റെ ഭക്തന്മാരെ രക്ഷിക്കുന്നു ദേവരാജ. പിന്നെ താങ്കൾ എന്തിനു വിഷമിക്കണം? സ്വർഗം സുരക്ഷിതമാണ് ദേവരാജ. ഭഗവാൻ പരമേശ്വരൻ ശിവശങ്കരൻ ജയിക്കട്ടെ! ഭഗവാൻ പരമേശ്വരൻ ശിവശങ്കരൻ ജയിക്കട്ടെ! ഇവിടെ നിന്ന് വിട പറയും മുമ്പ് ഭൂതനാഥന്റെ അനുവാദം ആവശ്യമാണ്. ഇപ്പോൾ അദ്ദേഹം ജനവാസിയിലാണ്, ദേവിമാരാൽ ചുറ്റപ്പെട്ട്. ദേവിമാർ വിട്ടിട്ട് വേണ്ടേ അനുവാദം നൽകാൻ? പരമേശ്വര, അങ്ങ് ആലോചിക്കണ്ട. കുറച്ചു ദിവസം പാർവതി ഞങ്ങളോടൊപ്പം ബ്രഹ്മലോകത്തിൽ വസിക്കട്ടെ. പിന്നീട് അങ്ങയുടെ അടുത്ത് കൈലാസത്തിൽ എത്തിക്കാം. അതെങ്ങനെ സാധിക്കാനാ? ബ്രഹ്മലോകത്തിൽ വസിച്ചതിന് ശേഷം കുറച്ചുനാൾ ഞങ്ങളോടൊത്ത് വൈകുണ്ഠത്തിലും താമസിക്കാം. പിന്നീട് ഞങ്ങൾ കൈലാസത്തിൽ എത്തിക്കാം. അങ്ങ് വിഷമിക്കേണ്ട മഹേശ്വര. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ ഇതാ വിഷമിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതാ പറയുന്നു എന്നോട് വിഷമിക്കരുതെന്ന്. ഞാൻ വിഷമിച്ചു പോകും. കേൾക്കുന്നില്ലേ ദേവി പാർവതി? മുൻപ് പരമേശ്വരൻ അവിടത്തെ കൂടാതെ യുഗം കഴിച്ചുകൂട്ടി. ഇന്നിപ്പോ ഒരു ക്ഷണം കൂടി അവിടുന്നില്ലാതെ ഇരിക്കാൻ തയ്യാറല്ല. യുഗങ്ങൾ പിന്നിട്ടു, യുഗയുഗാന്തരങ്ങളിൽ മേളിക്കുമെന്ന പ്രതീക്ഷയോടെ ഈ ഒന്നുചേരൽ വിരാടമായ വ്യാപകമായ സത്യമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടും വിഷമിക്കേണ്ട ദേവിമാരെ. ബ്രഹ്മദേവ, ഓരോരുത്തരായി അതിഥികൾ പോയി തുടങ്ങി. നമുക്കും പോകാൻ തയ്യാറെടുക്കേണ്ടേ? നവദമ്പതികൾ യാത്രയായ ശേഷം ശ്രീഹരി, ഹിമാലയരാജൻ എന്താണാവോ യാത്രയാക്കുന്നതിന് വിളംബം വരുത്തുന്നത്? നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. എവിടെ പോയിരുന്നു നാരദ? അവിടുത്തെ ചരണങ്ങളും അവിടുത്തെ ശരണവും ത്യജിച്ച് എനിക്ക് എവിടെ പോകാനാകും പ്രഭു? നാരദൻ അതല്ലാത്ത സ്ഥാനം മറ്റെവിടെയുണ്ട്? ഞാൻ ഭഗവാൻ പരമേശ്വരന്റെ ലീലകൾ കാണുക മാത്രമായിരുന്നു. ആ ലീലകളൊന്നും കാണരുത്. എന്തേ പ്രഭു? പിന്നെ നാരദ ലീലകൾ ആരംഭിക്കില്ലേ നാരദ? നാരായണ നാരായണ, അതും നിങ്ങൾ ദേവഗണങ്ങൾ ആരംഭിക്കുന്നു. ഞാൻ അതിനെ മൂർത്തരൂപം നൽകുന്നെന്ന് മാത്രം. അതും അങ്ങയുടെ ആജ്ഞയോടെ ലോകക്ഷേമത്തിനായി മാത്രം. ശരി നാരദ, വിവാഹ സംഘം എപ്പോൾ തിരിച്ചു പോകുന്നു? ഹിമാലയരാജന് വേഗം വിവാഹ സംഘത്തെ അയക്കണമെന്ന് ആഗ്രഹമേ ഇല്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ശിവപാർവതി വിവാഹം ഹർഷോല്ലാസത്തോടെ പൂർത്തിയായി. ഇനി ദേവഗണങ്ങളുടെ അപൂർണ കാര്യവും പൂർത്തിയായാൽ നന്നായിരുന്നു. നാരായണ നാരായണ. നാരദ, നീ എപ്പോഴും വ്യംഗ്യഭാഷയിൽ സംസാരിക്കുന്നുവല്ലോ. സ്പഷ്ടമായി പറയൂ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ശ്രീഹരി, പ്രപഞ്ചം മുഴുവനും ആരുടെ സങ്കല്പം കൊണ്ട് നിലനിൽക്കുന്നുവോ അദ്ദേഹത്തിന് വ്യംഗ്യഭാഷ മനസ്സിലാക്കുന്നതിന് ശ്രമം എങ്ങനെ ഉണ്ടാകാനാണ്? അപ്പോ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ദേവന്മാർ താരകാസുരന്റെ അത്യാചാരങ്ങളിൽ നിന്ന് എന്ന് മുക്തരാകും? എല്ലാ കാര്യവും യഥാകാലം പൂർണ്ണമാകും നാരദ. ഈ കാര്യവും സമയമാകുമ്പോൾ പൂർണ്ണമാകും. നാരദ, ദേവരാജൻ ഇന്ദ്രന്റെയും ദേവന്മാരുടെയും പ്രതിനിധിയായി നീ അവർക്ക് വേണ്ടി സംസാരിക്കുകയാണോ? അവർ ആ ഉദ്ദേശത്തിലാണോ നിന്നെ അയച്ചിരിക്കുന്നത്? അല്ല പ്രഭു, ഞാൻ എന്റെ മനസാക്ഷിയുടെ പ്രേരണ മൂലം പറയുകയാണ്. താരകാസുരന്റെ അത്യാചാരങ്ങളിൽ നിന്ന് ദേവന്മാരെ രക്ഷിച്ചേ പറ്റൂ. ശ്രീഹരി വിഷ്ണു, സൃഷ്ടികർത്ത ബ്രഹ്മദേവ, ദേവർഷി നാരദ, എന്റെ പ്രണാമം സ്വീകരിച്ചാലും. ഹിമാലയ രാജ, ആദ്യമായി ഒന്ന് പറഞ്ഞാലും, നവദമ്പതികൾ എപ്പോൾ യാത്ര തിരിക്കും? ആ വിഷയത്തിൽ നിങ്ങളോട് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. അപേക്ഷിക്കാൻ എന്തിരിക്കുന്നു ഹിമാലയ രാജ? എല്ലാറ്റിനും വിധിയുണ്ട്. വിവാഹത്തിന് ശേഷം യാത്ര തിരിക്കേണ്ടതല്ലേ? ഇന്നത്തെ മുഹൂർത്തം ശുഭമാണ്. ഈ കാര്യം ഇന്ന് തന്നെ നടത്തണം ഹിമാലയരാജൻ. പക്ഷെ ഞാൻ അപേക്ഷിക്കാൻ വന്ന ഇതാണ്. ശിവനും മറ്റതിഥികളും കുറച്ചു ദിവസം കൂടി നമ്മുടെ ആതിഥ്യം സ്വീകരിക്കണമെന്ന്. നാരായണ നാരായണ. ഹിമാലയ രാജ,
അങ്ങ് പുത്രി മോഹത്തിൽ നിന്ന് ഇനിയും മുക്തനായിട്ടില്ല. ദേവർഷി നാരദ, സന്താനത്തോടുള്ള മോഹത്തിൽ നിന്ന് ഒരു പിതാവ് മുക്തനാകില്ല. പാർവതിയുടെ വിവാഹം ശിവനുമൊത്ത് നടന്നു കഴിഞ്ഞു പർവ്വതരാജ. ഇനി പുത്രിയെ ചൊല്ലി അധിക മോഹം ഉചിതമല്ല. കന്യകയ്ക്ക് ഭർത്തഗ്രഹത്തിൽ പോയേ തീരൂ. ഇനി അങ്ങ് ശിവപാർവതിമാരെ സഹർഷം യാത്രയാക്കണം. ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രശ്നം എന്താണ്? പാർവതിയുടെ സഖിമാരുടെയും മേനാറാണിയുടെയും ഇച്ഛയാണ് പുത്രിയും ജാമാതാവും കുറച്ച് ദിനങ്ങൾ കൂടി അവരോടൊത്ത് വസിക്കണമെന്നത്. പക്ഷെ അത് തീരുമാനിക്കാൻ എനിക്ക് അധികാരമില്ല. അതിനാൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഈ വിഷയത്തിൽ എന്നെ സഹായിക്കണമെന്ന്. ആഹാഹാഹാ, എന്തൊരു നിവേദനമാണ് ഹിമാലയ രാജന്റേത്. അങ്ങയുടെ ഈ നമ്ര നിവേദനത്തിൽ ബന്ധനമുണ്ട്, ഹൃദയവേദനയുണ്ട്, ഒപ്പം സംവേദനവുമുണ്ട്. ഏത് തരത്തിലും ഭാഷയിലും അങ്ങയുടെ നിവേദനം സമർപ്പിച്ചുവോ ഹിമാലയ രാജ? ഈ സമയം അങ്ങ് ശ്രീഹരി വിഷ്ണുവിനോട് വൈകുണ്ഠമോ പരംപിത ബ്രഹ്മദേവനോട് ബ്രഹ്മലോകമോ ആവശ്യപ്പെട്ടാൽ അവരത് നൽകും. ഇത്ര സരളവും സഹജവും സുന്ദരവുമായ ഭാഷയിൽ അങ്ങ് അവിടുത്തെ അപേക്ഷ പ്രകടിപ്പിച്ചുവോ? അതിനെ സ്വീകരിക്കാതിരിക്കാനുള്ള കാഠിന്യം ആർക്കാണ് ഉണ്ടാവുക? അല്ലേ പ്രഭു? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നാരദ, നീ നിന്റെ പിതാവിനെയും നിന്റെ ലീലയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. നാരായണ നാരായണ. പരംപിതാവേ, അങ്ങയ്ക്ക് നന്നായി അറിയുന്നതല്ലേ നമ്മുടെ എല്ലാം ലീലകൾ ശിവലീലയ്ക്ക് അധീനമാണെന്ന്. നിന്റെ കണ്ണുകളിൽ ഏതോ പ്രശ്നം നിഴലിക്കുന്നു പ്രിയേ. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അങ്ങയുടെ ലീലകൾ സമാപ്തമായിരിക്കുമല്ലോ സ്വാമി. സമാപ്തമോ? ലീലകൾ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങ് ഇനിയും എന്റെ മാതാവിനെ ഭ്രമിപ്പിച്ച് വിഷമിപ്പിക്കുമോ? ഇല്ല ഇല്ല, ഞാൻ അവരെ ഒരിക്കലും ഭ്രമിപ്പിച്ചിട്ടില്ല, ദുഃഖിപ്പിച്ചിട്ടുമില്ല. ഇപ്പോൾ ഞങ്ങൾക്കിടയിലുള്ള എല്ലാ ഭ്രമവും സംശയവും സമാപ്തമായി കഴിഞ്ഞു. ഞാൻ അവർക്ക് വിശ്വാസമേകി ഭാവിയിൽ അങ്ങനെ സംഭവിക്കില്ലെന്ന്. പക്ഷേ പണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഭാവന മൂലം. അതായത് ഏവരും അവരുടെ ഭാവനയനുസരിച്ച് രൂപങ്ങൾ ദർശിച്ചു തുടങ്ങും. ഒരു വിരൂപബാലന്റെ അമ്മയ്ക്ക് തന്റെ പുത്രൻ സുന്ദര രാജകുമാരനായി കാണപ്പെടും. ഒരു സുന്ദര സുചിര രാജകുമാരൻ രണ്ടാം അമ്മയ്ക്ക് ദുഷ്ടനായി കാണപ്പെടും. എന്റെ ലീലകളെ മനസ്സിലാക്കാനുള്ള കഴിവും അപ്രകാരം തന്നെയാണ്. എപ്പോഴെങ്കിലും നിന്റെ മനസ്സിൽ എന്നെ കുറിച്ച് ഭ്രമമോ? ഇല്ല സ്വാമി, എന്റെ മനസ്സിൽ ഒരിക്കലും അങ്ങയെ ചൊല്ലി ഭ്രമമുണ്ടാവുകയില്ല. അത് മാത്രമല്ല, അങ്ങയുടെ വിചിത്ര രൂപവും അപ്രമേയ ലീലകളും കാണേണ്ടി വരികയുമില്ല. എങ്കിലെല്ലാം തന്നെ ശുഭമായി ഭവിക്കും പ്രിയൻ. നാരായണ നാരായണ ദേവർഷി. ദേവരാജ, താങ്കൾ ഇവിടെ? പക്ഷെ താങ്കൾ താങ്കൾ വിളിച്ചത് മൂലം ഭഗവാൻ ശ്രീവിഷ്ണുവിന്റെ നാമോച്ചാരണം അപൂർണമായി. ആദ്യം അത് പൂർണ്ണമാക്കട്ടെ. ശ്രീമന്നാരായണ നാരായണ നാരായണ. ഇനി പറഞ്ഞാലും താങ്കൾ ഇവിടെ വരേണ്ടി വന്നു. അങ്ങയോട് അപേക്ഷിക്കാൻ വരേണ്ടി വന്നു. എന്തപേക്ഷ? അതോ, വേഗത്തിൽ അങ്ങൊരു ഉപായം കണ്ടെത്തണം. വിവാഹ സംഘം ഉടനെ ഇവിടെ നിന്നും പുറപ്പെടാനായി. താരകാസുരന്റെ അന്ത്യവും ഉടനെ ഉണ്ടാകാനായി. നാരായണ നാരായണ. താങ്കളുടെ ഈ അധൈര്യം ശ്രീ ഹരിവിഷ്ണുവിന്റെയും ബ്രഹ്മദേവന്റെയും സമീപം മറ്റൊരു വിധത്തിൽ ഞാൻ ബോധിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ എന്തുണ്ടായി? എന്തുണ്ടായെന്നോ? ഹിമാലരാജന്റെ അപേക്ഷ മൂലം ശ്രീ ഹരിവിഷ്ണുവും പരംപിത ബ്രഹ്മദേവനും കുറച്ചു സമയം കൂടി ഇവിടെ തങ്ങാൻ അനുമതി നൽകി കഴിഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൽ എനിക്കൊരു സഹായവും ചെയ്യാനാകില്ല. ദേവർഷി,
അങ്ങ് കൂടി ഞങ്ങൾ എങ്ങനെ നിസ്സഹായരായി മാറ്റിയാൽ പിന്നെ ഞങ്ങൾ ആരോട് സഹായം അഭ്യർത്ഥിക്കാനാണ്? താങ്കൾ പരംപിത ബ്രഹ്മദേവനെ സമീപിക്കൂ, ശ്രീ ഹരിവിഷ്ണുവിനെ സമീപിക്കൂ, പരമശിവന്റെ അടുത്ത് പോകൂ. അവർ നിങ്ങളെ സഹായിക്കും. എനിക്കാകില്ല. അവരെന്തിന് ഞങ്ങളുടെ വാക്ക് കേൾക്കണം, മാനിക്കണം? അങ്ങ് തന്നെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കുന്നില്ല. ദേവർഷി, ത്രിദേവന്റെ അടുത്ത് അങ്ങയ്ക്കുള്ള അത്ര സ്വാതന്ത്ര്യം മറ്റാർക്കുമില്ല തന്നെ. നാരായണ നാരായണ. ദേവരാജ, അങ്ങെന്നെ അങ്ങയുടെ ലീലയ്ക്ക് പാത്രമാക്കുന്നു. ഇത് എന്റെ ലീലയല്ല ദേവർഷേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. വേഗം തന്നെ എന്തെങ്കിലും ഉപായം പറയൂ. ഉടനെ വിവാഹ സംഘം ഇവിടെ നിന്ന് പുറപ്പെടണം. താരകാസുരൻ ദേവർഷേ. ഇന്നലെ വരെ കൊച്ചു പെണ്ണായിരുന്നു, ഇന്ന് കൈലാസവതിയുടെ പത്നിയായി. ഇനി ഹിമവൽ കൊട്ടാരം വിട്ട് കൈലാസത്തിലേക്ക് പോകും. ഇനി നമ്മുടെ മഹാറാണി തനിച്ചാകും. മേനറാണി, പുത്രിയുടെ വിവാഹം പരമശ്രേഷ്ഠനായ ശ്രീ പരമേശ്വരനുമൊത്ത് ആർഭാടപൂർവ്വം നടന്നു കഴിഞ്ഞുവല്ലോ. പുത്രിയുടെ ജീവിതം സുഖമയമായിരിക്കും. അതിൽ അങ്ങയ്ക്ക് സന്തോഷമുണ്ടാകേണ്ടതാണ്. എന്നാൽ അങ്ങ് ഉദാസീനയാണ്. കാരണം പുത്രിയുടെ വിയോഗം അങ്ങനെ തന്നെയാണ് ദേവി ലക്ഷ്മി. ഏതൊരു മാതാവിനും പുത്രി എന്നേക്കുമായി വരന്റെ ഗൃഹത്തിൽ പോകുമ്പോൾ എത്ര ഹൃദയവ്യഥയുണ്ടാകുമെന്ന് ഒരു മാതാവിന് മാത്രമേ അറിയൂ. ഇതെവിടെയും നടക്കുന്നതല്ലേ, നടക്കുകയും ചെയ്യും. കന്യക മാതാപിതാക്കളുടെ ഗൃഹം വെടിഞ്ഞ് പതിഗൃഹത്തിൽ പോക തന്നെ